ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവനും വന്ദേമാതരം ചൊല്ലിയതിനെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള അദ്ദേഹം പറഞ്ഞൊരു ന്യായം, ഇത് ഇങ്ങനെ മുഴുവൻ ചൊല്ലുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ശുദ്ധ കളവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കേവലം വന്ദേമാതരം മാത്രമായിരുന്നു ഒരു വിഷയം എങ്കിൽ ഓക്കെ, അത് നമുക്ക് സമ്മതിക്കായിരുന്നു. അതല്ല, യഥാർത്ഥത്തിൽ വി.ഡി. സതീശനിലൂടെ RSSന് നേരിട്ട് നടപ്പാക്കാൻ കഴിയാത്ത RSS അജണ്ട നടപ്പാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാണ് ഈ വന്ദേമാതരം മുഴുവൻ ചൊല്ലിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ബോധപൂർവം മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മിക്കവാറും എല്ലാ സംഘടനകളെയും പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും സതീശൻ ക്ഷണിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ദേശീയ തലത്തിലെ സമുന്നതരായ നേതാക്കന്മാരും മുഴുവൻ വേദിയിലുണ്ട്. ബഹുസ്വര സമൂഹത്തിന് ഉൾക്കൊള്ളാനും ആലപിക്കാനും കഴിയുന്നതല്ല വന്ദേമാതരം എന്ന രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നിരീക്ഷണവും മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, ആചാര്യ ധരേന്ദ്ര ദേവ അടക്കമുള്ള പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കൾ ഇവരെല്ലാവരും ആദ്യ 2 വരി മാത്രമേ ചൊല്ലാൻ അവർ അനുമതി കൊടുത്തിട്ടുള്ളൂ. അത് മാത്രം ചൊല്ലിയാൽ മതി എന്ന അടിസ്ഥാനത്തിലാണ് ഒരു ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. ഇതിൻ്റെ അപകടം എന്താണ്? ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ, നാഷണൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ വന്ദേമാതരം മുഴുവനായും ആലപിച്ചതിലൂടെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഇനി വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്ന വിഷയത്തിൽ അനുകൂലമല്ലാത്ത ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാമിലെ ഈ വന്ദേമാതരം മുഴുവനായും ആലപിച്ചത് കൊണ്ടുണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ കർണാടകയിൽ നടന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇതുപോലെ മുഴുവനും ആലപിച്ചു. RSSൻ്റെ ആശയം ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കൊണ്ട് തന്നെ നടപ്പിലാക്കാൻ സതീശനിലൂടെ കഴിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ, അവർ ഭരിക്കുന്ന കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്തുകളിൽ, അതല്ലെങ്കിൽ ഏത് പൊതു ചടങ്ങുകളിലും വന്ദേമാതരം മുഴുവനായും ആലപിച്ചാൽ എതിർക്കാൻ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇനി അവർക്ക് സാധിക്കില്ല. ഒരു പ്രസ്താവന കൊണ്ടുപോലും പ്രതിഷേധിക്കാൻ കഴിയാത്ത വിധം സതീശൻ വളരെ തന്ത്രപരമായി മതന്യൂനപക്ഷ വിഭാഗങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയല്ലേ RSS പ്രതീക്ഷിക്കുന്നത്? മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ചൊല്ലിയതിൻ്റെ ന്യായീകരണമായി സതീശൻ പറഞ്ഞത് മുഴുവനായി ചൊല്ലുമെന്ന് ഞാൻ അറിയില്ലായിരുന്നു എന്നാണ്. ഇതേ കേരള ഗവർണറാണ് തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത്. അവിടെയും മുഴുവനായി വന്ദേമാതരം ആലപിക്കുകയും അത് വിവാദമാവുകയും ചെയ്തതാണ്. അപ്പോൾ സതീശൻ അറിയാം, 100% അറിയാം. ഇനി കേവലം വന്ദേമാതരം മാത്രമല്ല, വന്ദേമാതരത്തെ മാത്രം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ആ പ്രോഗ്രാമിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നിശ്ചയിച്ചത് മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു. അദ്ദേഹം നേരിട്ടിട്ടാണ് ആ പ്രോഗ്രാം എല്ലാം നിയന്ത്രിച്ചത്. അദ്ദേഹത്തിന് ഇതുമാത്രം അറിയാതെ പോയി എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഇതിന് നേർക്ക് നേരെ RSSൻ്റെ താല്പര്യ സംരക്ഷണാർത്ഥം എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യാഖ്യാനവും ഒരു മാനവും ഇതിന് നൽകാൻ കഴിയില്ല.